ഫ്രണ്ട്സ്, എനിക്ക് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്, പക്ഷെ അതൊരു പുതിയ അറിവും കൂടിയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ ഒരു നല്ല കറിവേപ്പ് ഞാൻ നട്ടിട്ട് നോക്കിയാൽ ഇങ്ങനെ ഉണങ്ങിപ്പോയി. എന്താണ് ഉണങ്ങിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നേയില്ല. അപ്പോൾ ഞാൻ ദിവസവും ഇതിന് വെള്ളം ഒഴിക്കുന്നുണ്ട്, പക്ഷേ ഈ ഇലയെല്ലാം ഉണങ്ങിപ്പോയി. നല്ലൊരു ടൈപ്പ് കറിവേപ്പായിരുന്നു. കാണുന്നുണ്ടോ നിങ്ങൾ? ഞാനാണെങ്കിൽ ആക്ച്വലി ഈ ഈട എല്ലാ പച്ചമുളകെല്ലാം നട്ടിരിക്കുക. ഇവിടെ പച്ചമുളക്, അത്യാവശ്യം പച്ചമുളക് തന്നെയാണ് ഞാൻ എൻ്റെ ആവശ്യത്തിനൊക്കെ എടുക്കുന്നത്. നോക്കൂ, ഇവിടെ എല്ലാം പച്ചമുളക് നട്ടിരിക്കുക. അപ്പോൾ ഇവിടെയാണെങ്കിൽ മുരിങ്ങ നട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം നടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഈ കറിവേപ്പ് മാത്രം ഉണങ്ങി, എന്താ കാര്യമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ 2 ദിവസം മുമ്പ് ഇവിടെ ഒരു ഇൻസിഡൻറ്റ് നടന്നു. 2 പൂച്ചകൾ തമ്മിലൂടെ അടികൂടിയായിരുന്നു. അപ്പം ഞാൻ അതൊന്നും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തില്ല. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പൂച്ച മൂത്രം വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ കറിവേപ്പില ഉണങ്ങും അത്രേ. അപ്പം ഈ കറിവേപ്പില നന്നായി വളരുന്നത് വരെ, അതായത് ഈ തണ്ടൊക്കെ മുകളിലെത്തുന്നത് വരെ ഓല എന്തെങ്കിലും വെച്ച് അതിനൊരു ഡിവിഷൻ കൊടുക്കണം. ഇല്ലെങ്കിൽ കറിവേപ്പ് ഇങ്ങനെ ഉണങ്ങിപ്പോകുമെന്നാണ് പറയുന്നത്. ഒരു പുതിയ അറിവാണ്. പൂച്ചയെ മൂത്രം ഒഴിപ്പിക്കാൻ സമ്മതിക്കരുത്, കറിവേപ്പ് ഉണങ്ങി പോകും കേട്ടോ. ഓക്കെ, താങ്ക് യു.